അസ്സലാമു അലൈക്കും. ഉസ്താദേ, പിന്നെ ഇന്നലെ കൈ പൊക്കിയത് 5 മിനിറ്റുള്ള ബാങ്ക് കൊടുക്കാൻ. അപ്പൊ ഇന്നലെ ചോദിക്കേണ്ടതായിരുന്നു. അതായത് ഇപ്പൊ ഇങ്ങനെ 7 വയസ്സായാൽ ഇങ്ങനെ കൽപ്പിക്കണം എന്നുള്ളത് 10 വയസ്സായാൽ അതിന്റെ പേരിൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ രൂപത്തിൽ ചെയ്യുന്നവർ തന്നെ ഈ വിഷയത്തിൽ കുട്ടികളെ കൊണ്ട് വുളു എടുപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കലില്ല. അപ്പൊ അതിന്റെ ഒരു ശിക്ഷ അത് കുറ്റകരമാണെങ്കിൽ അങ്ങനെ വുളു എടുക്കാതെ ആ കുട്ടിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നെ കുറ്റക്കാര് രക്ഷിതാക്കന്മാരെല്ലാം ആകുക എന്നുള്ളൊരു ചോദ്യം വരികയാണ്. ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ 7 വയസ്സും എത്താത്ത ചില പ്രവാസികൾ ഇവിടെ ഈ നാട്ടുകാർ സ്വദേശികൾ ചെയ്യുന്നത് കണ്ടിട്ട് 3-4 വയസ്സുള്ള കുട്ടികളെ കൊടുത്തിട്ട് പള്ളിക്ക കൊടുന്ന് എന്നിട്ട് ഒപ്പം നിസ്കരിപ്പിക്കുന്നു. ഒതുണ്ടാവൂല. ഇനി 3-4 വയസ്സുള്ള കുട്ടികൾക്ക് ഒതു ചെയ്തു കൊടുക്കില്ല. ആ കുട്ടികൾ സുജൂദ് ചെയ്യുന്നു, ഒപ്പം ഉപ്പാന്റെ ഒപ്പം നിസ്കരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നമ്മളും ചില ചെറുപ്പക്കാര് പെരുന്നാൾസ്കാരത്തിന് ആദ്യം കൊടുക്കുന്നുള്ളൂ, ഇപ്പൊ എല്ലാ വക്തിനും പള്ളിയിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആ കുട്ടിനെ കൊണ്ട് 7 വയസ്സിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഒന്നു ഇല്ലാതെ ഈ പിന്നെ സുജൂദ് അടക്കമുള്ള നിസ്കാരങ്ങൾ ചെയ്യിപ്പിക്കുമ്പോ ഈ രക്ഷിതാവ് കുറ്റക്കാരാവൂലേ? ഒന്ന് ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്കൂ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും നിസ്കാരം ശീലിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞിടത്ത് തന്നെ പ്രത്യേകം പറഞ്ഞു, അതിനു വേണ്ട നിസ്കാരത്തിന് ആവശ്യമായ ഷർത്തുകളോട് കൂടി എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോ കുട്ടികൾക്ക് വകതിരി വെത്താത്ത കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പാടില്ല. കുട്ടികൾ വരുത്തുന്ന എല്ലാ അബദ്ധങ്ങളുടെ പേരിലും രക്ഷിതാക്കൾ കുറ്റക്കാരാവും. വകതിരി വെത്തിക്കഴിഞ്ഞാൽ 7 വയസ്സാവുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുട്ടികൾക്ക് നിസ്കരിക്കാം. പക്ഷേ പ്രത്യേകം കൽപ്പിക്കൽ വുജൂബില്ല. ഉദാഹരണം, ചില കുട്ടികളൊക്കെ 5 വയസ്സ് കഴിഞ്ഞ് 6-ാം വയസ്സിലെത്തുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള പ്രാപ്തി എത്തി, പറഞ്ഞാൽ മനസ്സിലാവുന്ന വകതിരിവും എത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം. പക്ഷെ അവരോട് കൽപ്പിക്കൽ വുജൂബില്ല. വകതിരി വെത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് തന്നെ തെറ്റാണ് എന്ന് വ്യക്തമായി ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? വകതിരി വെത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരൽ തന്നെ തെറ്റാണ്. അതിന് കാരണം പറഞ്ഞ എന്താ വെച്ചാൽ, പള്ളിയുടെ ഹുർമത്ത്, ആദരവ്, ബഹുമാനം പാലിക്കാൻ അറിയാത്ത കുട്ടികൾ പള്ളിയോട് ഹുർമത്ത് കേടായി പെരുമാറുകയും അബദ്ധങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ കുറ്റക്കാരി രക്ഷിതാവായി തീരും. ഇപ്പൊ നിസ്കരിക്കുന്ന ആളുകളുടെ മുന്നിൽ കൂടെ ഓടുക, അതുപോലെ തന്നെ അടക്കി വെച്ച ആദരവാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് വലിച്ചെടുത്ത് താഴെ ഇടുക, അതിനെ അനാദരവാക്കുക, ഒക്കെ കുട്ടികൾക്ക് വകതിരിവില്ലാത്തതിന്റെ പേരിലാണ് ചെയ്യാം. അത് നോക്കി നിസ്സംഗരായി ഇരിക്കുന്ന ചില രക്ഷിതാക്കളും കാണും. അള്ളാഹുവിന്റെ അടുക്കൽ അവർ മറുപടി പറയേണ്ടി വരും. ഈ കുട്ടികൾ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ രക്ഷിതാക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവും. അതുകൊണ്ട് പള്ളിയുടെ ഹുർമത്ത് പാലിക്കാനും അതുപോലെ തന്നെ അച്ചടക്കവും അതവും പറഞ്ഞാൽ ശീലിക്കാനും ഉള്ള വകതിരി വെത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാനോ നിസ്കാരാദി കാര്യങ്ങൾ ചെയ്യിക്കാനോ പാടില്ല. അതിന്റെ പേരിൽ രക്ഷിതാക്കൾ കുറ്റക്കാരാവും. ചെയ്യിക്കുമ്പോൾ തന്നെ വകതിരി വെത്തിക്കഴിഞ്ഞാൽ, ഉദാഹരണം 6 വയസ്സായ കുട്ടിനോടൊക്കെ നിസ്കരിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. വകതിരി വെത്തിക്കഴിഞ്ഞാൽ നിസ്കരിപ്പിക്കുക, കൽപ്പിക്കണമെങ്കിൽ 7 വയസ്സായാൽ മതി, ഇല്ലേ കൽപ്പിക്കാൻ പാടുള്ളൂ എന്നാ. അതിന് മുമ്പ് ചെയ്യിക്കാം. പക്ഷെ ഈ ചെയ്യുമ്പോൾ തന്നെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യിക്കണം. അത് സാധാരണ വിവരമില്ലാത്ത ജാഹിലീങ്ങളാണെങ്കിലും തരക്കിടില്ല. ചില മദ്രസയിലെ ഉസ്താദന്മാർ, ഞാൻ ഉസ്താദന്മാരെ വളരെയേറെ ബഹുമാനിക്കുന്ന ആളാണ്, മനഃപൂർവ്വം ആക്ഷേപിക്കുകയല്ല, അധിക ആളുകളും അത് ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ചില ഉസ്താദന്മാര് ശ്രദ്ധിക്കാതെ കുട്ടികൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കുക എന്ന പേരിൽ പെൺകുട്ടികളെ കൊണ്ടൊക്കെ മദ്രസയിൽ വെച്ച് നിസ്കരിപ്പിക്കും. അവർക്ക് ഔറത്ത് മറക്കാൻ ആവശ്യമായ വലിപ്പമുള്ള പർദ്ദയോ അതല്ലെങ്കിൽ കാലിൽ സോക്സോ ധരിക്കാതെയും ചെറിയ കൊച്ച് ഈ മഫ്ത കെട്ടിയിട്ട് കഴുത്തിന്റെ ഭാഗങ്ങളോ കയ്യിന്റെ തലഭാഗങ്ങളോ ഒക്കെ പുറത്ത് കാണുന്ന രീതിയിൽ നിസ്കാരം പരിശീലിപ്പിക്കുക എന്ന പേരിൽ ചില ഉസ്താദന്മാര് വരെ ചെയ്യുന്ന കാണുന്നുണ്ട്. അത് വലിയ തെറ്റാവുന്നു. കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ നിസ്കാരം പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഷർത്തുകളും ശീലിപ്പിക്കുകയും പാലിപ്പിക്കുകയും ചെയ്യൽ വുജൂബാണ്. അപ്പൊ ശരിയായ രീതിയിൽ വുളൂ ചെയ്ത് നജസിൽ നിന്ന് ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ച് ഔറത്ത് നിയമപ്രകാരം ഔറത്ത് മറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശീലിപ്പിച്ചും പഠിപ്പിച്ചും കൊടുത്തുകൊണ്ട് വേണം നിസ്കാരം ശീലിപ്പിക്കാൻ. വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന്
നമ്മുടെ കണ്ണ് കാണുന്നതാണ്. അറബികളുടെ ഇടയിലൊക്കെ വ്യാപകമാണ്. ചെറിയ കുട്ടികൾ വന്നിട്ട് 1 വയസ്സും 1.5 വയസ്സും 2 വയസ്സും ഒക്കെ ആയ കുട്ടികൾ മുസാഫ് തട്ടിൽ നിന്നിട്ട് മുസാഫ് ഇങ്ങോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് വാപ്പാന്റെ മുന്നിൽ തന്നെ നിലത്ത് വെച്ചിട്ട് അതിങ്ങനെ മറച്ചിടും. അങ്ങേ പേജ് മറിക്കുക, അങ്ങേ പേജ് മറിക്കുക, അങ്ങോട്ട് എടുത്തിടുക. അതൊക്കെ വെറുതെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളെ ആൾക്കാരും ചിലര് അതൊരു അനുകരിക്കാൻ തുടങ്ങി. ചെറിയ പൈതൽ മക്കളെ 2 വയസ്സായൊക്കെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുന്നതിന് മുന്നിലൂടെ ഓടുക, ശബ്ദവിശല്യങ്ങൾ ഉണ്ടാക്കുക, നിസ്കരിക്കുന്നവരെ അനവസരപ്പെടുത്തുക, അങ്ങൊക്കെ ഉണ്ട്. അതിനൊക്കെ അള്ളാന്റെ അടുക്കൽ ഈ രക്ഷിതാവ് കുറ്റക്കാരാവും. വകതിരി വെട്ടാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. വകതിരി വെട്ടിയ കുട്ടി 7 വയസ്സായോടെ മുതൽക്ക് അങ്ങോട്ടേ കൽപ്പിക്കാൻ പാടുള്ളൂ. എങ്കിലും 7 വയസ്സിന്റെ മുമ്പ് തന്നെ ശീലിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പള്ളിയെ ബഹുമാനിക്കാനും ആദരിക്കാനും നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് ചെയ്യാനും കുട്ടിയെ ശീലിപ്പിക്കണം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നത് വിചാരിക്കുന്നു. പിന്നെ ഈ വിഷയത്തിൽ തെറ്റിയിട്ടാണ് ഒരു വിഷയം. ചോദ്യം: ഒരു ഹിന്ദു സഹോദരൻ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ധനസഹായം തന്നാൽ ആ തുക പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടോ? ഒരു അമുസ്ലിമായ സഹോദരൻ ഒരു സംഖ്യ പള്ളി നിർമ്മാണത്തിന് തന്നാൽ അത് സ്വീകരിക്കുകയും പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഒരാൾ അമുസ്ലിമാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നിട്ട് സംഭാവന സ്വീകരിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വാങ്ങി സ്വീകരിക്കാനോ അത് ഉപയോഗിച്ചുകൊണ്ട് പള്ളി നിർമ്മിക്കാനോ പാടില്ല. അതല്ല, ഹലാലായ അവന്റെ സമ്പത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു സംഖ്യ പള്ളി നിർമ്മിക്കാൻ വേണ്ടി തരുന്നതെങ്കിൽ അത് വാങ്ങുന്നത് കൊണ്ടും അതുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. കാരണം അവരുടെ അടുക്കലുള്ള സ്വത്തൊക്കെ ഹറാമാണെന്നൊന്നുമില്ലല്ലോ. ഉദാഹരണം, അവർ അധ്വാനിച്ചുണ്ടാക്കിയതുണ്ടാവും, അവർ കച്ചവടം ബിസിനസ്സും ചെയ്തിട്ട് സമ്പാദിച്ചതുണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൽ നിന്നിട്ട് അനന്തരാവകാശമായി കിട്ടിയതുണ്ടാവും. അതൊക്കെ ഹലാലായ സ്വത്താണല്ലോ. അങ്ങനെ അവരുടെ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച സ്വത്തിൽ നിന്നും ഒരു സംഖ്യ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരു അമുസ്ലിമായ മനുഷ്യൻ തരികയാണെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ട് വരികയാണെങ്കിൽ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതേസമയത്ത് ഇയാളൊരു കള്ളക്കച്ചവടക്കാരാണ്, ഈ കള്ളക്കച്ചവടത്തിൽ നിന്നിട്ടുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു പരിശീലന ഏർപ്പാടുകാരനാണ്, ഈ പരിശീലനയിലൂടെ സമ്പാദിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അതല്ലെങ്കിൽ ഉദാഹരണം, ഒരാൾക്ക് ലോട്ടറി കിട്ടിയതാണ്, ഈ ലോട്ടറി കിട്ടിയ സംഖ്യയിൽ നിന്നിട്ട് ഒരു സംഖ്യ പള്ളിക്ക് കിട്ടേന്ന്, ഇങ്ങനെ ഹറാമായ മാർഗത്തിൽ കിട്ടിയതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അത് സ്വീകരിക്കാനോ പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കാനോ പാടില്ല. ഹലാലായ സ്വത്തിൽ നിന്നിട്ടാണ് തരുന്നതെങ്കിൽ അമുസ്ലിം തന്നാലും സ്വീകരിക്കുന്നതിന് തെറ്റില്ല, അതുകൊണ്ട് പള്ളി നിർമ്മിക്കുന്നതിനും തെറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചെറിയൊരു ചോദ്യം. പിന്നെ നമ്മളിപ്പോ ഈ സിനിമയുടെ കാലഘട്ടം, അതായത് സ്പോർട്സിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പൊ ചില ആളുകളൊക്കെ പറയും ഞാൻ മോഹൻലാലിന്റെ ആരാധകനാണ്, അതായത് സ്പോർട്സ്മാൻ റൊണാൾഡോന്റെ ആരാധകനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതിന്റെ ഒരു വിധി എന്താണ്? അവർ ആരാധകനാണ് എന്ന് പറയുന്നതിന്റെ വിധി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഷളം മൈക്ക് റിലീസ്. ആരാധന എന്ന പ്രയോഗം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാത്തവരുടെ ആരാധകൻ എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫറായി ചത്തുപോകും. അങ്ങനില്ല, അതിന്റെ സാക്ഷാൽ അർത്ഥം ഉദ്ദേശമില്ല. ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന മുഹിബ് എന്ന അർത്ഥം മാത്രമാണെങ്കിൽ ആ പ്രയോഗം ഹറാമും തെറ്റും, ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫറാകാത്തതും ആവുന്നു. രണ്ടും വേറിരിച്ച് മനസ്സിലാക്കുക. പ്രയോഗം എന്തായാലും തെറ്റാണ്. ആരാധകൻ എന്ന പ്രയോഗം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ പറയുന്നത് തെറ്റാണ്, തെറ്റിദ്ധാരണാജനകമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ യഥാർത്ഥ ഇബാദത്ത് എന്ന അർത്ഥത്തിനുള്ള ആരാധനയാണ് ഉദ്ദേശിച്ച് ആരാധകൻ എന്ന് പറഞ്ഞതെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറായി മുശ്രിക്കായി പോകും. ആ അർത്ഥ ഉദ്ദേശമില്ല. ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തി എന്ന് മാത്രമാണെങ്കിൽ അത് മോമിനായ മനുഷ്യന് ഒരു ഈമാനിന്റെ പേരിലല്ലാതെ അങ്ങേയറ്റം ഒരാളെ സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വഴിയല്ല അത്. അതോടുകൂടി ആ പ്രയോഗം തെറ്റിദ്ധാരണാജനകമായതുകൊണ്ട് അത് ഉപയോഗിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. അപ്പൊ ഒരുപക്ഷെ ശിർക്കാവും
അതല്ലെങ്കിൽ ഹറാമാവും. രണ്ടായാലും മുസ്ലിമായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. ചില രാഷ്ട്രീയക്കാരും അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം. അത് ആരാധ്യനായ നേതാവ് എന്ന് ചില ബഹുമാന്യരായ മഹാന്മാരായ നേതാക്കളെ കുറിച്ച് പറയാറുണ്ട്. ഈ പറയുമ്പോൾ അവരതിന് അത്രയും അർത്ഥം ഉദ്ദേശിക്കുന്നുള്ളൂ, അങ്ങേ അറ്റത്തെ ബഹുമാനവും ആദരവും ഉള്ള ആള് എന്നേ അർത്ഥം വെക്കുന്നുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾ പറയുന്ന എന്ന് പറയുന്ന ഇബാദത്ത് അർത്ഥം ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പോലും ആ പ്രയോഗം തെറ്റിദ്ധാരണാജനകവും പാടില്ലാത്തതും മുസ്ലിങ്ങൾ ഉപേക്ഷിക്കേണ്ടതും ആകുന്നു. അതേസമയത്ത് ഇബാദത്ത് നിന്ന് അർത്ഥം വെച്ച കാഫറായി മുർത്തദായി പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നു കരുതുന്നു. നമ്മൾ മോതിരം ധരിക്കുമ്പോൾ ഈ ഗോൾഡ് അല്ലാത്ത ഈ ലോഹം കൊണ്ടുള്ളത്, ഉദാഹരണം ചെമ്പ് പോലത്തെ മോതിരം ധരിക്കുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് കുഴപ്പമുണ്ടോ? എത്ര മോതിരം ധരിക്കുക? 2 മോതിരം ധരിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അത് ഏത് വിരലിലാണ് ധരിക്കുന്നത് എന്നും കൂടി പറഞ്ഞോ. ശരി. മോതിരം ധരിക്കൽ പുരുഷനെ സംബന്ധിച്ച് സ്വർണം ഹറാമാണ്. വെള്ളി ഒന്നാണെങ്കിൽ സുന്നത്താണ്. ഒന്നിൽ കൂടുതൽ അമിതമായാൽ ഹറാമാണ്. മറ്റ് വെള്ളിയും പൊന്നുമല്ലാത്ത മറ്റ് ലോഹങ്ങളെ കൊണ്ടുള്ള മോതിരം ഒരു പക്ഷേ കറാഹത്താണ്, അതല്ലെങ്കിൽ ഖിലാഫുൽ ഔലിയാണ്, ഹറാമില്ല. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് വെള്ളിയുടെ മോതിരം തന്നെ ഒരു സമയത്ത് ഒന്നേ ധരിക്കാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ധരിക്കൽ ഹറാമാണ്. എന്നാൽ ഇമാം റംലി റഹിമഹുല്ലാഹ് പറഞ്ഞത് 1, 2 എന്നല്ല, അമിതമാകുന്ന രീതിയിലാവുമ്പോൾ ഹറാമാണ്, അമിതമാകാതിരുന്നാൽ അനുവദനീയമാണ്. ഏതായാലും സുന്നത്ത് വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം ആവുന്നു. മറ്റ് ലോഹങ്ങളെ കൊണ്ടുള്ള, സ്വർണവും വെള്ളിയല്ലാത്ത മറ്റ് ലോഹങ്ങളെ കൊണ്ടുള്ളത് ഖിലാഫുൽ ഔലിയാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്, ഹറാമില്ല, സുന്നത്തും അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഉസ്താദിന്റെ ദർസ് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഉസ്താദേ. പിന്നെ 10 വയസ്സ് ആയതിനു ശേഷമാണ് കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കേണ്ടതെന്ന് പറയുന്നല്ലോ ഉസ്താദ്, നിസ്കാരം തന്നെ. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ, ഇപ്പം ഞാൻ മദ്രസ മാലിന്യമായ സമയത്തൊക്കെ ചെറിയ കുട്ടികളെ 1ാം ക്ലാസ് 2ാം ക്ലാസ് കുട്ടികളൊക്കെ ഓത്ത് തെറ്റിച്ചതിന്റെ മേലും മറ്റും അടിക്കേണ്ടി വരുന്നു ഉസ്താദെ. അത് നമുക്ക് ജായിസാവും ഉസ്താദ്? നിസ്കാരം തന്നെ 10 വയസ്സിന് ശേഷമാണ് ഉപേക്ഷിക്കുന്ന മേൽ അടിക്കേണ്ടതെങ്കിൽ മുമ്പ് അടിക്കാൻ പറ്റുമോ ഉസ്താദ്? തെറ്റാണ് ഉസ്താദ്. അതിന്റെ ഒരു വിജി ഉസ്താദ് തന്നാൽ ഉപകാരമായിരിക്കും. പിന്നെ ഉസ്താദ്, ഇന്നലെ ഇബാറത്ത് ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ളത് വേർഡ് ഫയലുള്ള ഫതഹൽമീൻ്റെ ഇതാണ്, കിതാബല്ല. അതിൽ ഉമ്മറു സുബൻ സക്കറൻ എന്തുകൊണ്ട് ഉസ്താദ് അവിടെ സബൻ എന്ന ഉസ്താദ് വായിക്കേണ്ടത്, സുബൻ എന്നാണ് ഉസ്താദ് വായിക്കേണ്ടത്. എനിക്ക് ഇവിടെ ഇബാറത്ത് കൊടുക്കാനാണ് ഉസ്താദ് പറഞ്ഞത്, ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹു. അസ്സലാമു അലൈക്കും. സുബാന്നാണ് ഞങ്ങളൊക്കെ വായിച്ചു പോകുന്നത്. ഇനി സ്വബ എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുബ ഏതായാലും അല്ല, മനസ്സിലായില്ലേ? ഫത്ഹോ കസറോ ആവാൻ സാധ്യതയുള്ള കസറായിട്ടാണ് നമ്മളൊക്കെ സാധാരണ വായിച്ച് ഉസ്താദന്മാരിൽ നിന്നിട്ടൊക്കെ കേട്ട് ശീലിച്ചത്. കൂടുതൽ വേണമെങ്കിൽ വല്ല സ്വഹാഹിലോ മറ്റോ ഒക്കെ നോക്കിയാൽ ഉറപ്പുവരുത്തുകയും ചെയ്യാം. വേറെന്താ വെച്ചാൽ അതന്നെയുള്ള ചോദ്യം, ഭാരത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് മനസ്സിലാണ്. വേറൊന്നും ഇല്ലല്ലോ? വേറുണ്ടോ ആരൂരെ? അതെ, അതേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു സംശയം ചോദിച്ചിരുന്നു. അതിൽ ഉസ്താദിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അതിലേക്ക് വേറെ ചെറിയൊരു സംശയം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നജസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റത്തില്ല, അള്ളാഹു അതിനെ സംരക്ഷിക്കും എന്നൊക്കെ ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരൂരിന്റെ ചോദ്യത്തില് ഒരു മസ്അല ആദ്യം ചോദിച്ചിരുന്നല്ലോ. ഉസ്താദന്മാര് കുട്ടികളെ തഅദീബിന് വേണ്ടി അടിക്കുക, ഇൽമ് പഠിപ്പിക്കലും കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കലും രക്ഷിതാക്കളുടെ മേൽ കടമയാണ്. ഈ രക്ഷിതാക്കളുടെ പ്രതിനിധികളായി അവരെ ഏൽപ്പിച്ചതിന്റെ പേരിലാണ് ഉസ്താദന്മാര് പഠിപ്പിക്കുന്നത്. അവിടെ 10 വയസ്സായിക്കൊള്ളണമെന്നില്ല. ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയും കുട്ടികളെ അദബ് ശീലിപ്പിക്കാൻ വേണ്ടിയും
മർമ്മത്തിൽ പറ്റാതെയും പരിക്കേൽക്കാതെയും നിലക്ക് അടിക്കാൻ ഉസ്താദന്മാർക്ക് അനുവാദമുണ്ട്. പക്ഷെ അവിടെ തന്നെ പരമാവധി ഒരു കാരണത്തിന് വേണ്ടി 3-ൽ കൂടുതൽ അടിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുമുണ്ട്. ചില ഉസ്താദന്മാര് കണ്ണും മൂക്കൂല്ലാതെ ആകെ അടിച്ച് ഒരു മറ്റേ ഇവരുണ്ടല്ലോ വഹാബികൾ ജിന്നിനടിച്ചിറക്കും പോലെ അടിച്ചിറക്കലുണ്ട്. അങ്ങനെ അടിക്കാൻ പാടില്ല. മറിച്ച് കുട്ടികൾക്ക് പരിക്കേൽക്കാത്തതും അപായകരമല്ലാത്തതുമായ അടി, അതായത് സാധാരണ അരന്റെ കീഴ്പ്പെട്ട് കാലിനോ മറ്റോ ഒക്കെ ചെറിയ ചുള്ളലുകൊണ്ട് കുട്ടികൾക്കൊരു വേദന വരാൻ വേണ്ടി മാത്രം പരിക്കേൽക്കാത്ത നിരക്ക് അടിക്കാം. അതൊരു വിഷയത്തിൽ പരമാവധി 3-ൽ കൂടുതൽ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുഖത്തടിക്കാൻ ഒരു കാരണവശാലും പാടില്ല. ചില സാറന്മാരും ചില ഉസ്താദന്മാരുമൊക്കെ വ്യക്തമായും കുട്ടികളുടെ മുഖത്ത് അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കടുത്ത തെറ്റും കുറ്റവുമാവുന്നു. ഒരു കാരണവശാലും കുട്ടികളുടെ മുഖത്തടിക്കാൻ രക്ഷിതാക്കൾക്കോ ഉസ്താദന്മാർക്കോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി വിരോധിച്ചതാണ് മുഖത്തടിക്കുന്നതിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള അടിക്കാനും പാടില്ല. ചെറിയ ഒൽച്ചിലുള്ള ചെറിയ ചുള്ളൽ കൊണ്ട് ഒരു വേദനയാകാൻ വേണ്ടിയിട്ട് ഈ രണ്ടാവശ്യം, ഒന്ന് അദബ് പഠിപ്പിക്കുക, മറ്റൊന്ന് ഇൽമ് പഠിപ്പിക്കുക. ഈ വിഷയത്തിന് വേണമെങ്കിൽ അധികമല്ല 3-ൽ കൂടാത്ത നിലക്ക് പരിക്കേൽക്കാതെയും മർമ്മത്തിൽ തട്ടാതെയും അടിക്കൽ അനുവദനീയമാണ്. നിസ്കാരം ഉപേക്ഷിച്ചതിന് മേൽ അടിക്കണമെങ്കിൽ 10 വയസ്സായണം എന്നത് ഇപ്പ് വേറെയാണ്. അത് 3 കൊല്ലം നിരന്തരം ഉപദേശിച്ചിട്ടും ശീലമാക്കാത്തതിന്റെ പേരിൽ പ്രത്യേകം വരുന്നതാണ്. എന്നാൽ കുട്ടികൾക്ക് വകതിരി എത്തിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇൽമു പഠിപ്പിക്കലും അദബ് ശീലിപ്പിക്കലും രക്ഷിതാക്കളുടെ മേൽ കടമയാണ്. ആ കടമ നിർവഹിക്കുമ്പോൾ പറഞ്ഞേക്ക് മർമ്മത്തിൽ തട്ടാതെ മുഖത്തടിക്കാതെ പരിക്കേൽക്കാത്ത നിലക്ക് അടിക്കൽ രക്ഷിതാക്കളുടെ പ്രതിനിധികൾ എന്ന നിലക്ക് ഉസ്താദന്മാർക്ക് അനുവാദമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബൈർ മൈക്ക് എടുക്കുന്നത് കാണുന്നില്ല, അതുകൊണ്ടാണ് മൈക്ക് എടുത്തത്. ഉസ്താദ്, ഒരു ചോദ്യം വന്നത് ഉസ്താദിന്റെ കുറച്ചു മുമ്പ് അതിന് ഉത്തരം പറഞ്ഞതാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. ഏതായാലും ഞാൻ ചോദിക്കാം. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പള്ളിയിലൊക്കെ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് കസാരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആള് എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് കസാല ഇടേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖസാലയിൽ നിസ്കരിക്കുന്ന ആളുകൾ നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിലാണെങ്കിൽ നിൽക്കുന്ന ആളുകൾ മടമ്പ് ഒപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അരക്കെട്ട് കൊണ്ടാണ്, ചന്തിക്കെട്ട് കൊണ്ടാണ് സൊഫൊപ്പിക്കേണ്ടത്. അപ്പോ ബാക്കി ആളുകൾ മടമ്പ് വെക്കുന്ന ആ പരിധിയുടെ നേരെ ഈ മനുഷ്യന്റെ ചന്തിക്കെട്ട് വരുന്ന നിലക്ക് സൊഫൊപ്പിച്ച് ഇരിക്കേണ്ടതാണ്. അപ്പൊ ബേക്ക് ചിലപ്പോ കസാലയാക്കിയിട്ട് ബേക്ക് നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകലുണ്ട്. അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ബേക്കിലേക്ക് നീണ്ടു നിൽക്കാത്ത നേർക്ക് നേരെ നിന്ന് നിസ്കരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൂള് അതല്ലെങ്കിൽ കസാരയൊക്കെ കിട്ടും. അത്തരം കസാരകളോ സ്റ്റൂളുകളോ ഉപയോഗിച്ച് മറ്റു സഫുകൾക്ക് വിഷമം വരരുത്. ഇനി നിന്ന് നിസ്കരിക്കാൻ കഴിയും, പക്ഷേ റുക്വ സുജൂദിന് പ്രയാസമുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ഇരിക്കേണ്ടി വരുന്നത് എങ്കിൽ നിൽക്കുമ്പോൾ അയാളുടെ മടമ്പ് ബാക്കി ആളുകളുടെ മടമ്പിനൊപ്പം സൊഫിന്റെ കൂടെ നിൽക്കുകയും റുക്വയിലേക്കും സുജൂദിലേക്കും പോകുന്ന സമയത്തായിട്ട് ഇരിക്കുകയും വേണ്ടി വരും. കാരണം അവിടുത്തെ ഇരുത്തം പരിഗണിക്കപ്പെടുന്നത് സൊഫൊപ്പിക്കുന്നവരിലല്ല, മറിച്ച് റുക്വ സുജൂദിലാണ്. അപ്പൊ ഇയാളെ സൊഫൊപ്പിക്കേണ്ടത് മറ്റുള്ളവരൊക്കെ കാല് മടമ്പ് എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നിൽക്കാൻ വയ്യാത്തതിനാണെങ്കിൽ ആദ്യം തന്നെ ഇരിക്കുമ്പം അയാളുടെ ചന്തിക്കെട്ട് സൊഫിനൊപ്പം നിൽക്കണം, ബേക്ക് വരരുത്. നിൽക്കാൻ കുഴപ്പമില്ല, റുക്കോൻ സുജൂദും പറ്റാത്തതിനാണെങ്കിൽ അപ്പോൾ ഇയാൾ സാധാരണ സൊഫിന്റെ ഒപ്പം നിൽക്കുകയും ഇരിക്കുന്ന കസാല അതിന്റെ അല്പം ബേക്കിലാവുകയും വേണ്ടി വരും. ഏതായാലും ബേക്കിലോ സൊഫിന് ബുദ്ധിമുട്ടില്ലാത്ത നിലക്കാവാൻ വേണ്ടി ഈ കസാലക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ, ഞാൻ നേരത്തെ ഒരു സംശയം ചോദിച്ചിരുന്നു. ഞാൻ DC ആയി പോയിരുന്നാണോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ സംസാരം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? സാറേ, ഞാൻ ഇന്നലെ ഒരു
സംശയം ചോദിച്ചിരുന്നു. അതിന് ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിരസിൽ ഒട്ടകത്തിന്റെ കുടൽമാല ശത്രുക്കൾ ചാർത്തി എന്ന്. അപ്പോ എനിക്കൊരു സംശയം വന്നത്, ഈ ഒട്ടകത്തിന്റെ കുടൽമാല നജസ്സാണല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നജസ് വരുന്നതിൽ അള്ളാഹു സംരക്ഷിക്കും, നജസ്സൊന്നും ആവത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെറ്റ് പോയതായിരുന്നു. നെറ്റ് ഇപ്പൊ ശരിയായി. നെറ്റ് പോയപ്പോ പിന്നെ സ്വാഭാവികം വൈരസും പോകുന്നുള്ള ഉറപ്പാണല്ലോ. രണ്ടും പോയി, ഇപ്പൊ രണ്ടും വന്ന് അൽഹംദുലില്ലാഹ്. അപ്പോ നിങ്ങളാ കേട്ട് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതിന് മറുപടി പറയാനും കഴിയില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നജസ്സാവൂല എന്ന് എവിടുന്നോ കേട്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും എന്നത് ശരിയാണ്. അവിടത്തേക്ക് പ്രത്യേകമായ ഹിഫ്ള് ഉണ്ട് എന്നതും ശരിയാണ്. എന്ന് വെച്ച് ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സാവുകയില്ല എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതേ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം നജസ്സുള്ളതുകൊണ്ടല്ല, അത് മറിച്ച് ഒരു വിവേകമില്ലാത്ത എല്ലാ സ്ഥലത്തും, അതായത് മലത്തിലും മൂത്രത്തിലും ഇരിക്കും, മനുഷ്യന്റെ മൂക്കിലും മുഖത്തും ഇരിക്കും, പള്ളിയിലും ഇരിക്കും, മാലിന്യങ്ങളിലും, ഇങ്ങനെ ഒരു വിവേചനമില്ലാതെ ഒരു ഹുർമത്ത് കേട് വ്യക്തമായ ആദരിക്കപ്പെടുന്ന വസ്തുക്കളെ മുഴുവനും അനാദരവാക്കുന്ന ഒരു ജീവിയാണ് എന്നതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂല എന്ന് പറഞ്ഞു. അത് നബി തങ്ങളുടെ ഹുർമത്താണ്, ബഹുമാനമാണ്. എന്നാൽ അവിടുത്തെ ശരീരത്തിൽ നജസ്സാവുകയില്ല എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് വിവരം ഇല്ല. മറ്റേത് നേരത്തെ പറഞ്ഞ ചരിത്ര വസ്തുതയാണ്, അത് ഇന്നലെ പറഞ്ഞതുപോലെയാണ് താൻ. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ ഉസ്താദെ, ഞാൻ എന്റെ സംശയം, ഇന്നലെ എന്റെ ഒരു ബന്ധു പത്തനാപുരം ചോലയിൽ മുഹമ്മദ് എന്ന ആൾ മരണപ്പെട്ടിരുന്നു. അപ്പൊ അവരുടെ ഭാര്യയും അവരുടെ ഉമ്മയൊക്കെ അടുത്ത 6-ാം തീയതി ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇനി അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റുമോ പറ്റൂല എന്നാണ് എന്റെ ചോദ്യം. ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ ബാധിക്കുന്ന വ്യക്തിപരമായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ തൊട്ടടുത്ത മഹല്ലിലുള്ള പരിചയസമ്പന്നനും വസ്തുതകൾ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നവരുമായ ഏതെങ്കിലും ഉസ്താദന്മാരെ സമീപിച്ച് ചോദിക്കുകയാണ് വേണ്ടത്. പബ്ലിക് ക്ലാസ്സിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ഇത്തരം ഒറ്റപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാനൊരു മറുപടി പറഞ്ഞാൽ സാഹചര്യപരമായി ചില വ്യത്യാസങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വ്യക്തിപരമായി ബാധിക്കുന്ന ചോദ്യങ്ങൾ കഴിവതും പബ്ലിക് ക്ലാസ്സുകളിൽ വിളിച്ചു ചോദിക്കുന്നത് ഒഴിവാക്കുന്നത് നന്ന് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഉണർത്തുന്നു. ഇസ്ലാമിന്റെ നിയമപ്രകാരം പൊതുവായി പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് ഇദ്ദ വുജൂബാണ്. 4 മാസവും 10 ദിവസവും ഇദ്ദ വുജൂബാണ്. അതിൻപിട്ട് മനസ്സിലാക്കാമല്ലോ, ഒരാഴ്ച മുമ്പ് മരണപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ ഇപ്പോൾ ഇദ്ദയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന വീട്ടിൽ തന്നെ നിലകൊള്ളണമെന്നും യാത്ര ചെയ്യാൻ പാടില്ല എന്നും. ഉമ്മാക്ക് ഇദ്ദല്ല, മകൻ മരിച്ചു എന്നതിന് പേരിൽ ഉമ്മ ഇദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളാരും ഇദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഭാര്യക്കാണ് ഇദ്ദ വുജൂബ്. ഇദ്ദ വുജൂബുള്ള ഭാര്യ ഇദ്ദയുടെ കാലയളവിൽ യാത്ര ചെയ്യാൻ പാടില്ല. എപ്പോഴല്ലാതെ ജീവന്റെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ മാനത്തിന്റെ സുരക്ഷിതത്വം, അതല്ലെങ്കിൽ ധനത്തിന്റെ സുരക്ഷിതത്വം. ദേഹം, ധനം, അഭിമാനം, ഈ 3-1 സുരക്ഷിതത്വം ഭീഷണി നേരിടുകയും യാത്ര ചെയ്തില്ല എങ്കിൽ ഈ 3-1 ക്ഷതമേൽക്കുമെന്ന് കാണുന്ന സാഹചര്യത്തിൽ മാത്രം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് യാത്ര പോകാം. അല്ലാത്ത യാത്രകളൊക്കെ ഇദ്ദകാലത്ത് ഹറാമാണ്. ആ അടിസ്ഥാനത്തിൽ ഭർത്താവ് മരിച്ച ഭാര്യ ഇദ്ദയുടെ കാലമാവുന്ന 4 മാസവും 10 ദിവസവും കഴിയുന്നതിനു മുമ്പ് ഹജ്ജ് യാത്ര ഉൾപ്പെടെയുള്ള യാത്രകളൊക്കെ പോകൽ ഹറാമാവുന്നു.
ഇതാണ് അതിന്റെ പൊതുവായ നിയമം. പ്രത്യേക നിയമങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ അടുത്തുള്ള വിദഗ്ധനായ പരിചയസമ്പന്നനായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ഉസ്താദിനെ സമീപിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊതുവായ നിയമമാണ്. ഉസ്താദ് മറ്റൊരു ചോദ്യം വന്നത്, നമ്മൾ ഈ ഷഹാദത്ത് കലിമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതുണ്ടോ, അതായത് പുതുക്കേണ്ടതുണ്ടോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അമുസ്ലിമിന്റെ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഉസ്താദ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഷഹാദത്ത് കലിമ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാ. അതിന് തജ്ദീദ് ഈമാൻ എന്ന് പറയും. നിലവിലുള്ള ഈമാനെ തന്നെ വീണ്ടും 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 പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വെളിച്ചവും ശോഭയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ സാധാരണ നമ്മൾ തഹ്ലീൽ ചെല്ലുമ്പോൾ ഒക്കെ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അപ്പോ ഈമാനിന് പുതുങ്ങിക്കൊണ്ടിരിക്കുകയും ഈമാനിന് നൂറാനിയത്ത് വർദ്ധിക്കുകയും നാവ് ദിക്ർ കൊണ്ടിട്ട് അലങ്കൃതമാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഒരാൾ എത്രയും വർദ്ധിപ്പിക്കുന്നോ അത്രയും ഈമാൻ പുതുങ്ങിക്കൊണ്ടിരിക്കും. അഴുക്കില്ലാത്ത ഓട്ടിൻ പാത്രം ആവർത്തിച്ച് കഴുകിയാൽ അത് തിളങ്ങി തങ്കത്തെ പോലെ തിളങ്ങും എന്നതുപോലെ ദിക്ർ തഹ്ലീൽ വർദ്ധിക്കും തോറും ഈമാൻ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അത് എത്രയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നോ അത്രയും നല്ല കാര്യമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരാൾ ചോദിച്ച ചോദ്യമാണ്, പിന്നെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോ അതിന് മറുപടി ഉസ്താദ് പറഞ്ഞില്ല. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. അത് ഒരൊറ്റ വാക്കിൽ പറയേണ്ട ഒരു വിഷയമല്ല. ഇസ്ലാമിന്റെ ആകത്തുകയാവുന്ന ഇഹ്സാനാണത്. അതിന് പണ്ട് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവർകള് ഉള്ള സമയത്തൊരിക്കെ മഹാനവർകളെ സന്ദർശിച്ചപ്പോ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ മഹാനവർകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്: കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. പറയാൻ ഒരു വാക്കേ ഉള്ളൂ, പക്ഷേ ജീവിതത്തിൽ അത് പകർത്താൻ വളരെ പ്രയാസമുണ്ട്. അതെന്നെ എനിക്കും പറയാനുള്ളത്. എത്ര കണ്ട് കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഹലാലാണോ അത്ര കണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഇഖ്ലാസും മനസ്സാന്നിധ്യവും ലഭിക്കും. ഹറാമും ശുബ്ഹത്തും കലർന്ന വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും ആകുമ്പോ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ഭയഭക്തിയും ഖുശൂഉം കുറഞ്ഞു വരും. പിന്നെ ഏതൊരു ഇബാദത്തിനും ഇസ്ലാം ശരീഅത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകളും ആദാബുകളും പരമാവധി പാലിക്കുമ്പോൾ ആ ഇബാദത്തിൽ ഇഖ്ലാസും അതുപോലെ തന്നെ ഖുശൂഉം കൂടി വരികയും ചെയ്യും. അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ഹലാലാവുക, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഹലാലാവുക. രണ്ടാമത്തേത്, ഓരോ ഇബാദത്തിനും നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകളും ആദാബുകളും പരമാവധി പാലിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അവന് നല്ല ഖുശൂഉം ഇഖ്ലാസും ലഭിക്കും. അള്ളാഹു നമുക്കൊക്കെ ഖുശൂഉം ഇഖ്ലാസും ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്കുവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ വന്നൊരു ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെ പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ ഇന്നലെ തന്നെ ചോദിച്ചോളി ഞാൻ പറഞ്ഞു മൂപ്പരോട്, പക്ഷെ ആര് മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ യഥാർത്ഥ ദീന് ഇസ്ലാം ദീനാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ പറയുന്നതിന്റെ തെളിവ് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അത് ഒന്ന് അതിന് വിശദമായിട്ട് അയാൾക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ ഒന്നാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ചോദ്യം. യഥാർത്ഥ ദീൻ ഇസ്ലാമാണ് എന്ന് പറയുന്നത് അതൊരു വർഗീയതയുടെ വാക്കല്ല, മറിച്ച് ഇസ്ലാം എന്നാൽ ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും
പരിപാലിച്ച് പോറ്റി വളർത്തുകയും ചെയ്യുന്ന ഉടമക്കാരനാവുന്ന അള്ളാഹു അഥവാ ദൈവം തമ്പുരാൻ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഈ ലോകവും അതിലുള്ള സകല ജീവജാലങ്ങളും അല്ലാത്തതുമായ സർവ്വസൃഷ്ടികളെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് അവയെ പരിപാലിച്ച് പോറ്റി വളർത്തുന്നതായ ഒരു ഉടമക്കാരനുണ്ട്. ആ ഉടമക്കാരന്റെ അടിമകളാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും. അതിൽപ്പെട്ട ബുദ്ധിയുള്ള ജീവികളാണ് മനുഷ്യനും ജിന്നുകളും. ഈ മനുഷ്യനോടും ജിന്നുകളോടും ഉടമക്കാരനും സൃഷ്ടാവുമായിരിക്കുന്ന അള്ളാഹു ഉടമക്കാരൻ എങ്ങനെ അവനെ അനുസരിക്കണം, വഴിപ്പെടണം എന്നതിന് അവൻ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് ഇസ്ലാം. അപ്പോ സ്വാഭാവികമായും ഇല്ലായ്മയിൽ നിന്നിട്ട് പടക്കുകയും പരിപാലിച്ച് പോറ്റി വളർത്തുകയും ചെയ്യുന്ന ഉടമക്കാരൻ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിച്ചാൽ അത് തന്നെയാണല്ലോ യഥാർത്ഥം. അല്ലാത്തതൊക്കെ അയഥാർത്ഥങ്ങളും ആണ്. കാരണം പടച്ചവനും പരിപാലിക്കുന്നവനും ആരാണോ അവൻ പറയുന്നത് പോലെ ജീവിക്കുക എന്നതാണ് യഥാർത്ഥം. ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞത് ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? ഇസ്ലാം എന്നത് ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിജീവികളുടെയോ ചിന്തകന്മാരുടെയോ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെയോ ബുദ്ധിജീവികളുടെയോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയോ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതല്ല. അവരൊക്കെ മനുഷ്യരാണ്. അവരാരുടെ ചിന്തയിൽ നിന്ന് എടുത്തതല്ല ഇസ്ലാം. ഇസ്ലാം എന്നത് പടച്ചു പോറ്റുന്ന ഉടയതമ്പുരാൻ അടിമകളോട് എങ്ങനെ നിങ്ങൾ ജീവിക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എന്ത് ചെയ്തുകൂടാ എന്ന വിധി വിലക്കുകൾ അവൻ നിർദ്ദേശിക്കുന്നു. അപ്പൊ അത് മാത്രമാണല്ലോ ശരി. ഉടമക്കാരൻ പറയുന്നത് പോലെ അടിമ ചെയ്യുക, ഉടമക്കാരന്റെ നിർദ്ദേശം അടിമ അനുസരിക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമാണ് ശരി, ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറയുന്നത്. അല്ലാതെ അത് വർഗീയതയിൽ നിന്നോടടുത്തല്ല. ഇസ്ലാം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംശയം തന്നെ പോവും. ഇസ്ലാം എന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരോ പ്രവാചകന്മാരോ ചിന്തകന്മാരോ എഴുതിയുണ്ടാക്കിയതോ അവരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതോ അല്ല. സൃഷ്ടികൾക്ക് അതിൽ യാതൊരു സ്വാധീനവും ഇല്ല. സൃഷ്ടാവായ ഉടമക്കാരൻ അവന്റെ സൃഷ്ടികളാവുന്ന അടിമകൾ എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ ജീവിച്ചുകൂടാ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞുകൂടാ എന്ന ആ ഉടമക്കാരന്റെ നിർദ്ദേശമാണ്, അതിന്റെ സമാഹാരമാണ് ഇസ്ലാം. ഉടമക്കാരൻ പറഞ്ഞതുപോലെ അടിമകൾ ജീവിക്കണം എന്ന ലളിതമായ തത്വമാണ് ഇസ്ലാമാണ് ശരി, ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞതിൽ എന്ന് ചുരുക്കി പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, പിന്നെ ഒരു ഫർളായിട്ടുള്ള കാര്യം ചെയ്യാത്ത ഒരാള് സുന്നത്ത് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഉദാഹരണത്തിന് ശരിക്കും നിസ്കാരം പോലും ഉണ്ടാവില്ല, ആനായിരിക്കും പിന്നെ ഉദയത്തിന് പൈസ കൊടുത്തിട്ട് ഉദയത്തിൽ കൂടുന്നത്. അപ്പോ അത് അതിന് സുന്നത്തിന്റെ കൂലി കിട്ടുമോ? അതല്ല ഈ ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഈ സുന്നത്ത് ചെയ്യാൻ പോകേണ്ടത്? അത് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ശരിയായ രീതി ഫർളായ കാര്യങ്ങൾ മുൻഗണന കൊടുക്കുക, സുന്നത്തായ കാര്യങ്ങൾക്ക് അതിന്റെ തൊട്ടടുത്ത സ്ഥാനം കൊടുക്കുക, അതാണ് ഇതിന്റെ ക്രമം. ഇനി ഒരാള് ഫർളായ കാര്യങ്ങളിൽ ചെറിയ വീഴ്ചകളൊക്കെ വരുത്തുന്നുണ്ട്, അതോടുകൂടി ഈ സുന്നത്തായ ചില കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് എങ്കിൽ അയാളോട് നിങ്ങൾ സുന്നത്തൊന്നും ചെയ്യണ്ട, ഫർദ് പൂർത്തിയാക്കാൻ മതി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ആ സുന്നത്ത് നിലനിർത്തുകയും അതോടുകൂടി ഫർദിലുള്ള വീഴ്ചകൾ പരിഹരിക്കുകയും ചെയ്യണം എന്ന് ഉപദേശിക്കുകയാണ് വേണ്ട. കാരണം നിസ്കാരത്തിൽ വേണ്ടത്ര കൃത്യനിഷ്ഠ പാലിക്കുന്നില്ല എന്നത് ഒരാളുടെ വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയുള്ളതോടുകൂടി സാമ്പത്തികമായി കഴിവുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ബലിപെരുന്നാളിന്റെ അന്ന് ഉദൂഹിയത്ത് ഇറക്കുന്നു എന്നത് സുന്നത്ത് തന്നെയാണ്. ആ സുന്നത്തിന്റെ കൂലി അത് വേറെ കിട്ടും. എന്നാൽ നിസ്കാരത്തിൽ വീഴ്ച വരുത്തി എന്നതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ്. അതിന് വേറെ തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകും. അല്ല, എല്ലാ നിസ്കാരം ഫർളും ഷർത്തും സുന്നത്തും ഒക്കെ പാലിച്ച് ആദാബുകളൊക്കെ പാലിച്ച് പൂർത്തിയാക്കിയതിന് ശേഷമേ സുന്നത്തായ ഇബാദത്ത് ചെയ്യാവൂ എന്നൊരു നിയമം ഇസ്ലാമിനില്ല. പക്ഷേ ഫർളിന് മുൻഗണന കൊടുക്കണം, സുന്നത്തിന് അതിന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ ക്രമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മൻ തസവജ ബിംറത്തിൻ ഫഖദ് അഹ്റസ സുൽസൈ ദീനിഹി. ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ 2/3 ഭാഗം നിറവേറ്റിയെന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളടക്കം അങ്ങനെ നിറവേറ്റി എന്നതിന്റെ ഉള്ളടക്കം അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മൈക്കൊടുന്നു. അസ്സലാമു അലൈക്കും. ഇന്ന് ചോദ്യകർത്താക്കളൊക്കെ കുറവാ. അപ്പൊ ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കാന്നുള്ള അർത്ഥമാണെങ്കിൽ ഞാൻ ഇപ്പൊ പെട്ടെന്ന് നിർത്തുകയാണ്. നിക്കാഹിന്റെ ബാബ് വിശദമായി നമ്മൾ ഓതി. അന്ന് സാമാന്യം ആവശ്യമുള്ള വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു. ഇപ്പോ ഒരു ഹദീസ് പഠന ക്ലാസിന്റെ സമയം അല്ലല്ലോ. ഫിഖിയായിട്ട് അത് ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ സുന്നത്താണോ എന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. അതേ സമയത്ത് ഒരു ഹദീസ് പഠന ക്ലാസ്സിലാണെങ്കിലോ അത് ചോദിക്കേണ്ട സമയം ആണ് താനും. മനസ്സിലായില്ലേ? ആളുകൾ ഇന്ന് സജീവല്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ ലൈവ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. ഒക്കെ ഹൈർ തന്നെ, എല്ലാം ഹൈറാണ്. അവനവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് താനും. അതുകൊണ്ട് അത് നിക്കാഹിന്റെ ബാബു നടത്തിയ സൈറ്റിൽ പോയാൽ ഏകദേശം ആ വിഷയം സംശയം തീർക്കുക. അതല്ലെങ്കിൽ ഹദീസ് ക്ലാസുകൾ ഉസ്താദന്മാർ നടത്തുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് ചോദിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് സുഖമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയാണ്. ഇപ്പോൾ നമുക്കൊരു ഇസ്തിയാസിന്റെ ചോദ്യമുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ വളരെ വിഷമമുണ്ട്. അപ്പൊ സുജൂദിന്റെ തസ്ബീഹ് നിസ്കാരത്തിലെ ദിക്റുകൾ അത് വേറെ എവിടേക്കെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കേൾക്കുന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അത് കേട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. എവിടെന്നാ റോയ്സ് ഈ ആദ്യ ചോദ്യമൊക്കെ കിട്ടുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. റുക്കൂ ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് ചിലവർക്കൊക്കെ ഉണ്ടാകലുണ്ട്. സുജൂദ് ചെയ്യുമ്പോ ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഞാൻ ഇപ്പൊ ആദ്യം എന്റെ ചൂട് മുളച്ചതിന് ശേഷം ഫസ്റ്റ് കേൾക്കാണ്. സുജൂദ് ചെയ്യുമ്പോ എന്താ വിഷമം സുഹൃത്തുക്കളെ? 2 കാലിന്റെ വിരലുകളുടെ പള്ളയും 2 കാലിന്റെ മുട്ടും നിലത്ത് വെച്ചതിന്റെ പുറമെ നെറ്റും മൂക്കും 2 ഉള്ളം കൈയും നിലത്ത് വെച്ചിട്ട് ഒരു പ്രയാസവും അള്ളാഹുവിന്റെ ഭൂമിയിൽ സുജൂദ് ഇല്ല എന്ന് തന്നെയല്ല, ദീർഘനേരം വരുന്ന സുജൂദ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്നതാണ്. കാരണം പിൻഭാഗം ഉയരുകയും മേൽഭാഗം താഴുകയും ചെയ്യുന്ന ഈ സമയത്ത് ശരീരത്തിലെ ഈ രക്ത ഓട്ടം ശക്തിയാവുകയും അങ്ങനെ തലച്ചോറിന്റെ മുഴുവൻ സെല്ലിലേക്കും ശക്തിയായി രക്തം പ്രവഹിക്കുകയും ചെയ്യുന്നതിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണമാവുകയും അതുപോലെ തന്നെ പ്രഷർ സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കപ്പെടുകയും ചെയ്യാൻ കാരണമാണ്. ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടിയവരും പ്രഷർ കൂടിയവരുമായ ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ഇബാദത്താണ് ദീർഘനേരം ചെയ്യുന്ന സുജൂദ്. അത് ചെയ്യാൻ വയ്യാത്ത സൂക്കേടുള്ളവർ തസ്ബീഹ്സ്കാരം നിസ്കരിക്കാതെക്കലല്ലേ നല്ലത്. ഞാൻ കണ്ടിട്ടില്ല സുജൂദിന്റെ സമയത്ത് 10 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചെല്ലാൻ പറ്റാത്ത ആള് പിന്നെ വേറെ എവിടെയെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ എവിടെ നിസ്കാരത്തിൽ പിന്നെ ചെല്ലാൻ പറ്റുന്നത് റുക്കുവയിലോ പിന്നെ നൃത്തത്തിലോ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അത്തയ്യാത്തിലോ. ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. സാധിക്കുന്നവർ അതേ സമയത്ത് ഇടയിലെ ഇരുത്തത്തില് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തില് അതുപോലെ എത്തിതാല് അതൊക്കെ ദീർഘം കുറഞ്ഞ സ്ഥലങ്ങളാ. അവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ദീർഘമായ ഫർദുകളിലേക്ക് മാറ്റാൻ റെഡിയാണ്. ദീർഘമായ ഫർദുകൾ ചെയ്യാൻ പറ്റാത്ത പിന്നെ എവിടുക്കാൻ മാറ്റേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ ഈ തസ്ബീഹ് നിസ്കരിക്കാനെ ഫർദൊന്നുമല്ല, നിസ്കരിക്കാവും അത് അതിന്റെ രീതിയിൽ നിസ്കരിക്കുക. മറ്റുള്ളത് ഞാൻ എവിടെയും ഇമാമിങ്ങൾ പറഞ്ഞ നക്കൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ മറുപടി അറിയില്ല. ഉസ്താദെ, പിന്നെ ഇന്നലെ വന്ന ചോദ്യമാണ്, ഒരു വ്യക്തത അദ്ദേഹത്തിനില്ല, എന്നാലും പിന്നെ വീണ്ടും റേഡിയോ ശ്രോതാവായതുകൊണ്ട് ചോദിക്കാണ്. പിന്നെ അദ്ദേഹം 4 വർഷം മുമ്പ് കുവൈത്ത് നിന്ന് ഉംറക്ക് വന്നു ഫാമിലിയോടുക്കനെ. അങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷം സഅയിലേക്ക് പോണ സമയത്ത് ഭാര്യയും കുട്ടിയും മാത്രമേ പോയുള്ളൂ, ഇദ്ദേഹം പോയിട്ടില്ല. അങ്ങനെ
ഇദ്ദേഹത്തിന് ശേഷമാണ് പോയത്. ഇദ്ദേഹം സൈയിലേക്ക് എത്തിയപ്പോഴത്തിന് ഭാര്യയും മറ്റു കൂട്ടുകാരും കൂടി റൂമിലേക്ക് എത്തുകയും ചെയ്തു. കുട്ടി സൈ ചെയ്തിട്ടില്ല, കുട്ടിയുടെ സൈ നടത്തി ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ റൂമിൽ നിന്ന് പെട്ടെന്ന് കുവൈത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. 4 വർഷം മുമ്പുണ്ടായ ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കണം. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. റേഡിയോ ശ്രോതാവാണ്, കുവൈത്തിൽ നിന്നാണ്. ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ചാലും മൈക്ക് വിട്ടു. ഏതായാലും 4 കൊല്ലത്തിന്റെ ശേഷമെങ്കിലും അങ്ങനെ ഒരു ബോധം വന്നല്ലോ ആ മനുഷ്യന്. ഒരു ഇബാദത്ത് ചെയ്യാൻ പോകുമ്പം ആ ഇബാദത്ത് സംബന്ധമായ ഷർത്ത്, ഫർള്, മുഹറമാത്ത് എന്നിവ പഠിക്കൽ ഫർള് അയിനാണ്. അത് പഠിക്കാതെ പോകൽ ഹറാമും കുറ്റകരവും ആണ്. മനസ്സിലായില്ലേ? അതിനാദ്യം തൗബ ചെയ്യുക. പിന്നെ ഭാര്യയും കുട്ടിയും പോയിട്ട് കുട്ടിനെ പിന്നെ എന്തേ കാട്ടിയ, കുട്ടിനെ ഏത് അടുപ്പിൽ വെച്ച് കണ്ട ആ ഭാര്യ തവാഫ് സൈ ചെയ്തതേക്കും എനിക്ക് മനസ്സിലായില്ല. ഭാര്യയും കുട്ടിയും പോയി ഇയാൾ കുറച്ച് കഴിഞ്ഞിട്ടാ പോയത് പറഞ്ഞു. ഈ ഭാര്യ പോയപ്പോ കുട്ടിനെ ഇയാളെ കൂടെയാണോ ഭാര്യന്റെ കൂടെയാണോ? ഭാര്യന്റെ കൂടെയാണെങ്കിൽ ഭാര്യ സൈ ചെയ്യുമ്പോൾ കുട്ടിയും സൈ ചെയ്യൂലേ? മാകൂലല്ലാത്ത ചോദ്യം ചോദിച്ചാൽ എന്താ കാട്ടുക? ചോദ്യം തന്നെ മാകൂലല്ലോ. അയാൾ കേൾക്കട്ടെ അറിഞ്ഞിട്ട് അയാൾ ചോദ്യം ഒരു മാക്കൂലാണ്ട് നമുക്ക്. ഒരു പക്ഷെ പറയാം ഭാര്യ ഒറ്റക്ക് നേരത്തെ സയ്യിന് പോയി, കുട്ടിയും ഇയാളും വേടണ്ടേനി. എന്നിട്ട് ഭാര്യ വീട്ടിൽ പോയപ്പോ കുട്ടിനെ കൂട്ടത്തിൽ കൊടുത്തയച്ച് ഇയാൾ വേറെ, അങ്ങനെയാണോ? അല്ല ഭാര്യയും കുട്ടിയിലും പോയ ഭാര്യന്റെ കൂട്ടത്തിൽ കുട്ടിനെ സൈ ചെയ്തിട്ടുണ്ടാവൂലേ? ഏതായാലും നീ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിയുടെ ഉംറ പൂർത്തിയായിട്ടില്ല. ഉംറ പൂർത്തിയാകാത്തതിന്റെ പേരിൽ ആ കുട്ടി ഇഹ്റാമിലാണ്. അപ്പൊ അത് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യാം. ഇഹ്സാറിന്റെ തഹല്ലുൽ ചെയ്യാന്ന് പറഞ്ഞാൽ തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടുകൂടി, തഹല്ലുലാകാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടി ഒരു ആട്ടിനെ അറുത്ത് ദാനം ചെയ്യുക. എന്നിട്ട് തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടുകൂടി മുടി മുറിക്കുക. അങ്ങനെ വന്നാൽ തഹല്ലുലാവും. ഉംറ പൂർത്തിയാവുന്നില്ലെങ്കിലും ഇഹ്റാമിൽ നിന്നിട്ട് പുറത്താവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ചോദിച്ച അദ്ദേഹം തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഉസ്താദ്. ഈ ഖുർആന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതല്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുണ്ടോ എന്നും കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അദ്ദേഹം ചോദിക്കാൻ അയാൾ തന്നെ ചോദിച്ചോട്ടെ എന്ന് വിചാരിക്കും, ഞാൻ ചോദിക്കില്ല. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയതല്ല എന്നതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. കാരണം ഖുർആൻ ഇന്നും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം എഴുതിയുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്ക് ലോകത്ത് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കാവണ്ട. ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും സംഘടിച്ച് സഹകരിച്ചുകൊണ്ട് ഖുർആനിന് തുല്യമായി മറ്റൊരു വേദഗ്രന്ഥം, ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഒന്നാമതും. രണ്ടാമത്, അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഖുർആനിലെ 10 സൂക്തങ്ങൾക്ക് സമാനമായ 10 സൂക്തം നിങ്ങൾ കൊണ്ടുവരൂ എന്നും. പിന്നീട് അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂക്തമാവുന്ന ഒറ്റ വരി വരുന്ന ഇന്നാ അത്വൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് വരുന്ന 3 ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ച വെല്ലുവിളി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. ലോകത്ത് യഹൂദികൾ, നസാറാക്കൾ തുടങ്ങി വിവിധ മതവിശ്വാസികളും വലിയ അറബി ഭാഷാ പടുക്കളുമായ ലക്ഷക്കണക്കിന് ആളുകൾ എന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ കെണിഞ്ഞ് ശ്രമിച്ചിട്ട് ഇന്നും തത്തുല്യമായ ഒരു സൂക്തം കൊണ്ടുവരാൻ സാധിക്കാത്തതിലൂടെ ഖുർആൻ പറയുന്നു, ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, മുഹമ്മദ് നബിയുടെ വാചകമോ അദ്ദേഹത്തിന്റെ കൃതിയോ അല്ല. ആണെങ്കിൽ അദ്ദേഹത്തെ പോലെ മനുഷ്യരാണല്ലോ നിങ്ങൾ തത്തുല്യമായതൊന്ന് കൊണ്ടുവരൂ എന്ന വെല്ലുവിളി നിലനിൽക്കുന്ന അത് തന്നെയാണ് ഖുർആൻ അള്ളാഹുവിന്റെ
വിശുദ്ധ വചനങ്ങളാണ് എന്നും അത് സൃഷ്ടികളുടെ ഗ്രന്ഥമല്ല എന്നും ഉള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. മറ്റൊന്ന്, മനുഷ്യർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത ഭാവിയിൽ വരാൻ പോകുന്ന ധാരാളം പ്രവചനങ്ങൾ വളരെ സത്യവും കൃത്യവുമായി 1000-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഓരോ പ്രവചനങ്ങളും സൂര്യപ്രകാശം പോലെ സത്യമായി പിന്നീട് പുലർന്നു വരുന്നു എന്നതും സൃഷ്ടാവും സർവജ്ഞനുമായ ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കാനുള്ള തെളിവാണ്. മറ്റൊന്ന്, പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിദ്യാലയത്തിൽ പോയോ ഒരു അധ്യാപകനെ സമീപിച്ചോ അക്ഷരാഭ്യാസം പോലും ലഭിക്കാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ അള്ളാഹു ദിവ്യ സന്ദേശം നൽകിക്കൊണ്ട് പ്രവാചകനായി തിരഞ്ഞെടുത്തപ്പോൾ ലോകത്തുള്ള മുഴുവൻ വിജ്ഞരും ചിന്തകരും പണ്ഡിതന്മാരുമായ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അതിമഹത്തായ ഒരു ഗ്രന്ഥം ഈ ലോകത്ത് സമർപ്പിച്ചത് തന്നെ അള്ളാഹുവിൻ്റെതാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ്. ഇങ്ങനെ ധാരാളം തെളിവുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃതി അല്ല ഖുർആൻ, അള്ളാഹുവിന്റെ വചനമാണ് എന്നറിയിക്കുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിക്കാൻ പോയത് ഉസ്താദേ, അതാണ് ചോദിക്കാൻ കാണാഞ്ഞത്. ഇപ്പൊ നമ്മളെ ചോദ്യോത്തര ടൈം ഞങ്ങൾ നിസ്കാരത്തിന്റെ ടൈമിലാണ്. ഏതായിരുന്നാലും ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാം. കുറെ ദിവസം മുമ്പ് വന്നതാണ്. ഒരു റേഡിയോ പ്രേക്ഷകന്റെ ചോദ്യം, മുഹമ്മദ് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അസ്സലാമു അലൈക്കും. തവാഫ് ചെയ്യുന്ന സമയത്ത് ഹിജ്ർ ഇസ്മായിലിന്റെ കെട്ടിൽ കൈകൾ തട്ടിയാൽ തവാഫ് ശരിയാവുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹിജ്ർ ഇസ്മായിലിന്റെ കെട്ടിന്റെ പുറംഭാഗത്ത് തൊട്ട് എന്നതുകൊണ്ട് തവാഫ് ചെയ്യാതിരിക്കില്ല. അതേസമയത്ത് കഅബ ഷരീഫിന്റെ ചുമരിമ തൊട്ടാൽ കൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് ചെയ്യാവൂല. കാരണം കഅബ ഷരീഫിന് ഷാദർവാൻ എന്ന പേരിൽ തിണ്ണ ഉണ്ട്. ആ തിണ്ണ മുതൽക്ക് തന്നെ കഅബയാണ്. അപ്പൊ ചുമരിമ തൊട്ട കഅബയുടെ ചുമരിമൽ തൊട്ടാൽ കയ്യിന്റെ ഏതാനും ഭാഗം കഅബ ഷരീഫിന്റെ ഉള്ളാവുന്ന ഷാദർവാനിന്റെ ഉള്ളിലാവുമ്പോൾ കഅബയുടെ പുറമെ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് വരുന്നില്ല. എന്നാൽ ഹിജ്ർ ഇസ്മായിൽ കഅബയുടെ ഏകദേശം 7 മുഴത്തോളം കഅബ ഷരീഫിൽപ്പെട്ടതാണെങ്കിലും ആ ഭാഗത്ത് ഷാദർവാൻ ഇല്ല. 7 മുഴം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം കഅബ അല്ലതാനും. അപ്പൊ അതിന്റെ പുറമെ തൊട്ടതുകൊണ്ട് തവാഫ് ചെയ്യാവാതിരിക്കില്ല. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കൈ പോവുകയോ അതിന്റെ മുകളിലൂടെ കൈ ഇങ്ങനെ ഉള്ളിലേക്ക് തൊട്ടുകൊണ്ട് പോവുകയോ ചെയ്യരുത്. കഴിവതും ഹിജ്ർ ഇസ്മായിൽ ഉൾപ്പെടെ കഅബയുമായി ബന്ധപ്പെട്ടതുമായി തൊടാതെ തന്നെ തവാഫ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഹിജ്ർ ഇസ്മായിലിന്റെ പുറത്ത് ചുമരിന്റെ പുറത്ത് തൊട്ടത് കൊണ്ട് തവാഫ് ബാത്തിലാവുകയില്ല. മറ്റൊരു ചോദ്യം വന്നത്, നിക്കാഹ് ചെയ്യുന്നവനോ അല്ലെങ്കിൽ വലിയനോ വുളു ഉണ്ടാകൽ പ്രത്യേകം സുന്നത്തുണ്ടോ എന്നൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന രക്ഷിതാവ് നിക്കാഹ് ചെയ്യുന്ന പുതിയാപ്പള രണ്ടാളും വുളുവോട് കൂടി ആയിരിക്കൽ സുന്നത്താണ്. ഓക്കെ. ഈ കാര്യമായി ചോദ്യകർത്താക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ആരാ ഒരു ഉണ്ട്, അത് ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ നമ്മൾ സമയമായും ചെയ്ത് അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടെങ്കിൽ കിച്ചിരിയ ആരാ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം. ഒരു ചോദ്യം വന്നത്, ഈ ചില കടകളിൽ നിന്ന് ലഭിക്കുന്ന ബില്ലുകളിൽ വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല എന്ന് എഴുതി കാണിക്കുന്നു. വിൽപ്പനയ്ക്ക് ശേഷം കച്ചവടം ദുർബലപ്പെടുത്തൽ സാധുവാകില്ലേ? അതിന് വല്ല നിബന്ധനയുമുണ്ടോ എന്നാണ് ചോദ്യം. സാധാരണയായിട്ട് മരുന്ന് കടകളിൽ നിന്നൊക്കെ നമ്മൾ മരുന്ന് വാങ്ങണം, ബില്ലിലൊക്കെ എഴുതി കാണും വിറ്റ മരുന്ന് തിരിച്ചെടുക്കുന്നതല്ല. അപ്പൊ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ടങ്ങനെ ഉണ്ടായിന്, ഇപ്പൊ അങ്ങനെ എഴുതാൻ പാടില്ല എന്നാണ് ഉപഭോക്തൃ കോടതിയുടെ വിധി. സൗദി അറേബ്യയിൽ ഏതായാലും എഴുതാൻ പാടില്ല, എഴുതി അവര് വലിയ കേസ് കൊടുക്കുക. നമ്മളെ ഇന്ത്യയിലും അങ്ങനെ വന്നു എന്നാണ് എന്റെ ധാരണ. ഏതായാലും ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ടാൽ വിറ്റത് തിരിച്ചെടുക്കയില്ല എന്ന വ്യവസ്ഥയോടുകൂടിയുള്ള കച്ചവടത്തിന്റെ ലൈസൻസ് തന്നെ ദുർബലപ്പെടുത്താം എന്നാണ്. ഇപ്പോഴും ഉണ്ടത്ര ഇന്ത്യയിൽ. UAE ഇപ്പോഴും ഉണ്ടെന്നാ, സൗദി അറേബ്യയിലില്ല. ആ ഒരാൾ അങ്ങനെ വിറ്റത് തിരിച്ചെടുക്കൂല എന്ന് എഴുതിയാൽ ആ കടന്റെ തന്നെ ലൈസൻസ് ദുർബലപ്പെടുത്താം എന്നാണ് നിയമം. ഏതായാലും ഇസ്ലാം ശരീഅത്തിൽ ഖിയാർ
3 രീതിയിൽ പറഞ്ഞു. ഐബിന്റെ ഖിയാറ്, അതുപോലെ തന്നെ ഷർത്തിന്റെ ഖിയാറ്, മജ്ലിസിന്റെ ഖിയാറ്. ഈ 3 ഖിയാറിനെ സംബന്ധിച്ച് നമ്മൾ കച്ചവട സംബന്ധമായ വിഷയം പറഞ്ഞോടത്ത് വിശദീകരിച്ച് പറഞ്ഞു. ഷർത്തിന്റെ ഖിയാർ ഉണ്ടെങ്കിൽ ആ ഖിയാറിന്റെ 3 ദിവസത്തിന്റെ ഉള്ളിലുള്ള ഖിയാർ കഴിയുന്നത് വരെ തിരിച്ച് കൊടുക്കാം, നിയമപരമാണ്. ഐബിന്റെ ഖിയാറാണെങ്കിൽ ഐബ് ബോധ്യപ്പെട്ടാൽ ഉടനെ തിരിച്ചു കൊടുക്കാം, അത് എത്ര ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിലും തിരിച്ചു കൊടുക്കാം. മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് എന്തായാലും തിരിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. അതിനെതിരെയുള്ള വിധി സൗദി അറേബ്യക്ക് ഇപ്പം ദുർബലപ്പെടുത്തി, ബാക്കിയുള്ളവർക്കും ഇൻഷാ അല്ലാഹ് വരും എന്ന് വിചാരിക്കുക. സമയം ആയിട്ടുണ്ട്. ചോദ്യകർത്താക്കൾ പൊതുവേ ഇന്ന് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.